ഞങ്ങൾ അല്ലാഹുവേ ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി. കുടുംബക്കാരോട് മുഴുവനും പോയി യാത്ര പറഞ്ഞു. എല്ലാവരോടും സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന് തിരിച്ചു വന്നു. ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നുപോയി. എല്ലാവരോടും യാത്ര പറഞ്ഞു. തന്റെ ഭാര്യമാരോട്, തന്റെ മക്കളോട്, മരണപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് ദുആ ചെയ്തു. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന് രോഗം ഇങ്ങനെ കൂടുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പല സൂചനകളും, മരണത്തിന്റെ സൂചനകൾ അല്ലാഹുവിന്റെ റസൂല് കൊടുക്കാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം കൂടിയിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയായി. അല്ലാഹുവേ, അതാ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഒരു ദിവസം രോഗം പിടിച്ച് കിടക്കുന്ന പ്രവാചകന്റെ വീടിന്റെ മുന്നില് ഇഖാമത്തിന്റെ സമയമെത്തുമ്പോ ബിലാൽ തങ്ങൾ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ബിലാലേ, എനിക്ക് സുഖമില്ല ബിലാലേ, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. പനി വല്ലാതെ കൂടി. റസൂലുള്ളാഹിന് വല്ലാത്ത ശരീരവേദനയായി. എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോ ബിലാൽ തങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് വിളിക്കുന്നു, നബിയേ, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറ, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പടച്ചവനെ, പ്രവാചകൻ ഇത് പറഞ്ഞു കഴിയുമ്പോ മസ്ജിദ് നബവിക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. അല്ലാഹുവേ, ബിലാൽ തങ്ങളെ നിലവിളിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തേ ബിലാലേ, റസൂലുള്ളാഹിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല?